എന്റെ പേര് കിരൺ. എന്റെ പേര് ദിയ. അപ്പൊ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അടുത്തായിട്ട് ഇന്റർ കാസ്റ്റ് മാരേജ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇപ്പൊ കണ്ണും കണ്ടിട്ടാണല്ലോ എന്ത് ചെയ്യാ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നീങ്ങുക. ഈ കണ്ണും കാണുമ്പോൾ ഇവര് തട്ടിട്ട് കഴിഞ്ഞാൽ തട്ടിട്ട പെണ്ണാണ് മുസ്ലിം ആയിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമെങ്കിലും ഓന് വേണ്ടേ? അത്രയെങ്കിലും ഒരു ബോധമുള്ളവന്റെ കൂടെ വേണ്ടേ ഇവിടെ പോവാനേ? വേണ്ടേ? ഇവിടെ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികളൊക്കെ എന്താ വിചാരിച്ച ജീവിതത്തെ കുറിച്ച് അല്ലെങ്കിൽ വിവാഹത്തെ കുറിച്ച്? വെറുതെ മുള്ളിന്റെ മുരുക്കം വരതേണ്ട അസുഖത്തിന് ആരെങ്കിലും മേത്ത് കയറി കൂടിയിട്ട് അത് പ്രശ്നത്തിലാവുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ളതല്ല ജീവിതം. ഇപ്പം വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്കായി ആരും സപ്പോർട്ട് ചെയ്യാൻ ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ ഇതുപോലെ ഇങ്ങനെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോ ഇതിനകത്തൊരു ആള് അല്ല, നിങ്ങൾ ഈ അപ്പുറത്തും ഇപ്പുറത്തുള്ള മതത്തു നിന്നൊക്കെ വിവാഹം കഴിച്ചിട്ട് നാട്ടുകാർ മുഴുവങ്ങളെ സപ്പോർട്ട് ചെയ്ത് 2 വള്ളിക്കോട്ടയിലിട്ട് ഏറ്റി നടക്കങ്ങളെ അല്ല നിങ്ങൾക്ക് വേണ്ടത്. വിവാഹം എന്നുള്ളത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ അറിഞ്ഞിട്ട് ചെയ്യുക. എന്തായാലും കേരളത്തിന് ഇന്നത്തെ ഗതി അനുസരിച്ച് എന്തായാലും മറ്റൊരു മതത്തിൽ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ 2 കൂട്ടരും സമ്മതിക്കൂല. അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ കല്യാണം കഴിക്കണ്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് അതെങ്കിലും മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചാടാൻ നിന്നത്? ഓഡിയോ ഇട്ടതിന്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ ഇത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. ആരും ഇതുവരെ എന്താണ് സത്യാവസ്ഥ എന്നുള്ള കാര്യം ഇതുവരെ അന്വേഷിച്ചിട്ടില്ല, ഇതാക്കിയിട്ടില്ല. എല്ലാരും നിങ്ങളെ പിന്നാലെ നടന്നിട്ട് എന്ത് ചെയ്യാ? എന്താണ് നിങ്ങൾ കാട്ടിയത്, എന്താ നിങ്ങൾ ചെയ്തത്, എന്താ ഇതിന്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചു വരാം. ഇതിന്റെ സത്യാവസ്ഥ ഇത്ര തന്നെ. ഒരു മതത്തിലുള്ള ആള് മറ്റൊരു മതത്തിലുള്ള പെൺകുട്ടിനെ കൊണ്ടുപോയി അത് തിരിച്ചാണെങ്കിലും ശരി, അതിനാണ് ഇതിന്റെ സത്യാവസ്ഥ. അത് മനസ്സിലാക്കണം. അതിങ്ങനെ ആകുമ്പോൾ സമ്മതിക്കൂല. പിന്നെ അതിനെ മറികടക്കാനുള്ള തന്റെ ഇടം വേണം. മനസ്സിലായോ? ഒന്നുമില്ലെങ്കിൽ ഇപ്പുറത്തിരിക്കണ പെൺകുട്ടിയില്ലേ, അവള് മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ഇവൻ കള്ളുടിയാനാണോ ഇല്ലെന്ന് ആദ്യം നോക്കേണ്ടിന്നു. ഇത് കേൾക്കുന്ന വല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി, ജീവിതം എന്ന് പറഞ്ഞാൽ ചെറിയ കളിയല്ല. ഒരിക്കൽ അതൊന്ന് വൈദ്യുതി വീണ് കഴിഞ്ഞാൽ അത് വീണ തന്നെ ആയിരിക്കും. നിങ്ങൾ എവിടെങ്കിലും ആരെങ്കിലും വെച്ച് കാണുമ്പോൾ അവരെ മേത്ത് തൂങ്ങുന്നതിന് പകരം ഇതൊക്കെ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും കണ്ടും കേട്ടും അറിഞ്ഞും യാത്ര ചെയ്തും ഒക്കെ കഴിഞ്ഞിട്ടാവുമല്ലോ കല്യാണം കഴിച്ചിട്ടുണ്ടാവുക, അഥവാ ചാടി പോയിട്ടുണ്ടാവുക. അപ്പോ ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ആ ഒരു സമയത്തെങ്കിലും ഈ ആളെ കുറിച്ചൊന്ന് മനസ്സിലാക്കുക. ശരിക്കും വിവാഹ ജീവിതം വീട്ടുകാരെ അറേഞ്ച് ചെയ്ത് തരുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ട് തീരുമാനിക്കാൻ പറ്റും ഇങ്ങനെ ആകുമ്പോൾ. കാരണം എന്താണ്? ഒരുമിച്ച് കൂടുന്നു, കാണുന്നു, സംസാരിക്കുന്നു, യാത്ര ചെയ്യുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ട് ആ ആളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ്? ബുദ്ധി തലന്റെ ഉള്ളിൽ ഇല്ലാന്നല്ല മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആള് മോശമാണെങ്കിൽ ഒഴിവാക്കണം. നേരെ മറിച്ച് വീട്ടുകാരെ അറേഞ്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ കൂടി മനസ്സിലാക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളന്നില്ല. ഇത് ഒരുമിച്ച് ജീവിച്ച പോലെ തന്നെ ആവും. മാസങ്ങൾ ഇവർ കണ്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും, യാത്ര ചെയ്തിട്ടുണ്ടാവും, തൊട്ടിട്ടും പിടിച്ചിട്ടും ഒക്കെ ഉണ്ടാവും. എന്നിട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യം ചാടിപ്പോയതിനു ശേഷം 2 മാസം കഴിഞ്ഞിട്ട് മനസ്സിലാക്കാന്ന് പറയുമ്പോൾ ഈ ചാടിപ്പോയ പെണ്ണിന്റെ വീട്ടുകാരെ അവസ്ഥകൾ ആലോചിക്കണം. നിങ്ങളെ അമ്മാനെയും ഇപ്പാനെയും ഒക്കെ വെറുപ്പിച്ച് അവരെ സങ്കടപ്പെടുത്തി അവരെ മനുഷ്യന്മാരുടെ ഇടയിൽ മാനം കെടുത്തിയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളെടുത്ത തീരുമാനം ഉറച്ച തീരുമാനം ആകാൻ പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ അതിന് നിൽക്കരുത്. നാട്ടുകാരുടെ ഇടയിൽ നമ്മളെ ഉമ്മാനെയും ഉപ്പാനെയും മോശക്കാരാക്കിയിട്ട് ചെയ്യുമ്പോൾ നമ്മളെടുത്ത തീരുമാനത്തിന് പോസിറ്റീവ് വേണം. ആ തീരുമാനം എന്നെന്നും തീരുമാനത്തോട് ഉറച്ചു നിൽക്കാൻ കഴിയുന്നതാവണം. ഇത് കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കാതെ പിന്നെ ഓന്റെ പിന്നാലെ പോയിട്ട് പിന്നെ പട്ടി ഷോ കാണിക്കുക. എന്താന്നുള്ളത് നമ്മൾ തന്നെ തുറന്നു പറയാന്നുള്ള ഇതിലാണ് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അതിനകത്ത് പറയുന്നത് സത്യം തന്നെയാണ്. കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ക്ലിനിക്കിലെ ഇത് 4 മാസം മുമ്പ് കഴിഞ്ഞു പോയതാണ്. ഇത് കാണിക്കേണ്ട ആ ഒരു ഗൗരവം കൊണ്ടാണ് ഇപ്പോഴും ഇത് കാണിക്കുന്നത്. ഇതിന്റെ ഒരു ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക. ഈ പ്രായത്തിലുള്ള ആളുകൾക്ക് ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ ചാടി പോണവർക്കൊക്കെ എങ്ങോട്ടും പോവാ, ബംഗാളികളൊപ്പം പോവാ, അണ്ണന്മാരൊപ്പം പോവാ, ആരൊപ്പം പോയാലും കുഴപ്പമില്ല. നല്ല രീതിയിൽ കല്യാണം കഴിക്കുന്നവർക്ക് ആർക്കും ആണുങ്ങളെ വേണ്ട. ഓൾക്ക് അപ്പൊ ജോലി വേണം, എല്ലാവർക്കും ഗവൺമെന്റ് ജോലി വേണം. ഇവിടെ ഗവൺമെന്റ് എല്ലാവർക്കും കൂടി ജോലി കൊടുക്കണേ. ഗവൺമെന്റ് ജോലി കൊടുത്തിട്ട് എല്ലാവർക്കും കൂടി വേണ്ടിട്ട് ഇവിടെ. എന്നിട്ട് ഇപ്പൊ ചാടി പോണവർക്ക് പിന്നെ ആരായാലും പറ്റും. ഇത്ര വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളായാലും ശരി, ഏതെങ്കിലും മൂലക്കെ കിടക്കണേ ഒന്നുമില്ല, ഒരു പണി കൂലി ഇല്ലാത്തവരൊപ്പം പോവാണ്. കള്ളും കുടിച്ച് തേരാപാര നടക്ക് കള്ള് ഷോപ്പൊന്നും നീച്ചാത്തവരൊപ്പം പോയാലും അവർക്ക് കുഴപ്പമില്ല. അതിന് ഏത് മതസ്ഥരാണെങ്കിലും. അതെ, മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കണ്ടാണ് പരിചയപ്പെട്ടതാണ്. അങ്ങനെ സ്നേഹത്തിലായതാണ്. അതിന്റെ കണ്ണ് പൂട്ടിയാണ് പരിചയപ്പെട്ടിരുന്നത്. അറിയിട്ട് ചോദിക്കാണ് പോത്തെ. ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കണ്ടു. അപ്പൊ തന്നെ ഞങ്ങള് ഒരുമിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പേരും അഡ്രസ്സൊന്നും ചോദിച്ചില്ല. ഷാൾ ഇട്ടോ കണ്ടതുമില്ല. മനസ്സിലായില്ലേ? ഒറ്റ കാണില്ല. ആ കാണിലാണ് തീരുമാനിച്ചു. അപ്പുറത്തിരിക്കുന്ന പെണ്ണിനെ പറഞ്ഞാൽ മതി. ഇതിനൊക്കെ ഒരു ചെക്കനെയും കൊണ്ട്, നല്ലൊരു ചെക്കനെയും കൊണ്ട് കല്യാണം തീരുമാനിച്ചിട്ട് അതൊക്കെ ഇല്ലാതാക്കിയിട്ട് പോയതാ. എന്നിട്ട് എല്ലാം തീരുമാനമായി. ഇല്ല, 2 വീട്ടുകാരും നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നല്ല 2 ആനെ വിളിച്ചു കൊടുത്തിട്ട് ആനപ്പുറത്ത് കയറ്റിയിട്ട് സ്വീകരിക്കും. കാരണം ആ പണിയാണ് എടുത്തത്. നിങ്ങളെന്ത് വിചാരിച്ചേ? അല്ലെ, ഇതൊക്കെ ഒരു ഉറച്ച തീരുമാനം വേണടാ. ആൺകുട്ടികളാണെങ്കിലും ഉറച്ച തീരുമാനം വേണം. പെണ്ണാണെങ്കിലും ശരി, ഉറച്ചൊരു തീരുമാനം വേണം.
അല്ലാതെ മാസങ്ങളോളം പ്രണയിച്ച് നടന്നിട്ട് ആരാ എന്താന്ന് നോക്കാതെ എന്താണ് സ്വഭാവം എന്നറിയാതെ ഓന്റെ പുറകെ പോയിട്ട് എല്ലാവർക്കും മാനക്കേട് ഉണ്ടാക്കി സ്വയം മാനം കെട്ട് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരാന്ന് പറയുമ്പോൾ അതിന്റെ ഒരു നാണക്കേട് ചില്ലറൊന്നല്ലല്ലോ. മനസ്സിലാക്കിക്കോളി, ഇത് കാണുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളി. ഇതൊക്കെ ഇനിയും നടക്കും, ഇനിയും നടക്കും. ഇതൊക്കെ എത്രയോ നടന്നിട്ടുണ്ട്. നമ്മൾ നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നടന്നോട്ടെ. ഇതൊക്കെ നടത്തുമ്പോ അവനവന്റെ ജീവിതം എവിടെങ്കിലും എത്തുമെന്ന് തീരുമാനിച്ചിട്ട് നടത്തിക്കോളി. ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. എത്ര ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ഈ 2-3 മാസം എന്നറിയോ. ഇത് ഒരു ദിവസം കള്ളുടിച്ചിന്നാവൂല ഈ ഇറങ്ങി പോന്നിട്ടുണ്ടാവുക. ആ ജീവിതത്തിലുണ്ടായ ബുദ്ധിമുട്ട് കൊണ്ട്, ടെൻഷൻ കൊണ്ട് പല ദിവസങ്ങളിൽ ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ മനസ്സ് മുട്ടുമ്പോഴാണ് ഇതൊക്കെ എന്ത് ചെയ്യുന്നത്, തീരുമാനം എടുത്ത് പോകുന്നാലും ചാവാതെ നന്നായി. എല്ലാം പെട്ടെന്ന് വീട്ടുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ മക്കൾക്ക് വരുമ്പോൾ പക്വതയോടുകൂടി ഇടപെടുക. അല്ലാതെ വെറുപ്പിച്ചോ ദേഷ്യപ്പെടുത്തിയോ സങ്കടപ്പെടുത്തിയോ അല്ല ചെയ്യേണ്ടത്. പക്വതയോടുകൂടി അവരോട് സംസാരിച്ച് ക്ലിയർ ചെയ്താൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്കറിയില്ല ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണ്, വരാനിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണ്, എന്താണ് ജീവിതം, എന്താണ് ദാമ്പത്യ ജീവിതം എന്ന് അവർക്കറിയില്ല. അവർ ഈ കണ്ണും കണ്ട് തമ്മിൽ എന്ന പാട്ട് കേട്ടിട്ടുള്ള ആ ഒരു പരിപാടി മാത്രമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും അറിയില്ല. ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നതാവും, ജീവിക്കുമ്പോൾ ഇങ്ങനെതാവും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാന്നുള്ള വീട്ടുകാരെ കടമയാണ്. അല്ലാതെ വേറൊരാളെ പെരടിയിൽ വെച്ച് കെട്ടിയിട്ട് അതിന് രക്ഷപ്പെടുമെന്ന് വിചാരിക്കരുത്. അവർക്ക് ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്ന് പറഞ്ഞത് ആ ഉമ്മയുടെയും ഉപ്പയുടെയും ബാധ്യതയാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഉമ്മാക്കും ഉപ്പാക്കും വേണം. അതുണ്ടെങ്കിൽ തീരും. അല്ലാതെ അവരെ മേക്കിട്ട് കയറാനും അവരെ അടിച്ചമർത്താനും വീട്ടിലിട്ട് കെട്ടിയിടാനും വടിയെടുത്ത് അടിക്കാനും തിരിഞ്ഞാൽ അവർ നന്നാവില്ല. അത് വേറെ വിഷയം. ദിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ നാട്ടിലുള്ള ഒരു സുഹൃത്തുമായിട്ട് സംസാരിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് കേൾപ്പിക്കാനാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഹാരിസ് ഭായ് അല്ലേ? അതെ. ഹാരിസ് ഭായ്, എൻ്റെ പേര് ഹസൻ എന്നാണ്. ഞാൻ കരുനാപ്പള്ളി എന്ന് വിളിക്കുകയാണ്. ഞാനൊരു യൂട്യൂബറാണ്. ഹസൻ കരുനാപ്പള്ളി എന്നാണ് ചാനലിന്റെ പേരും. ഈ നമ്പർ എവിടുന്നാ കിട്ടിയ? നിങ്ങളുടെ നമ്പർ പിന്നെ അവിടെ ഒരു ഹാരിസ് മൗലവി എന്താണ് ഹാരിസ് മൗലവി, അദ്ദേഹത്തിന്റെ അളിയൻ വഴിയാണ് നമ്പർ കിട്ടിയത്. ഹാരിസ് ഭായിയെ വിളിക്കുന്നത് സംസാരിക്കുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങളുടെ നാട്ടിൽ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹാരിസ് ഭായിക്ക് അടുത്താണോ? തമിഴ്നാടല്ലേ? മുണ്ടേരി കടവ് അല്ലേ? അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമളാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത്. ഞാൻ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എൻ്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തായി ആ സംഭവം, പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ, എന്താണ് വല്ല വിവരം ഉണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ പിന്നെ ഹാരിസ് ഭായിയെ കോണ്ടാക്ട് ചെയ്യുന്നത്, പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ, അതിനെക്കുറിച്ച് ആധികാരികമായ ഹാരിസ് ഭായിക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്ന് പങ്കുവെക്കാമോ? അല്ല, അത് കുട്ടി വന്നിന്, അവർ ഒഴിവാക്കിയതിന് ഒരു ദിവസം വന്നു. ഇപ്പൊ പോലീസ് സ്റ്റേഷൻ സംസാരിച്ച് മുന്നോട്ട് പോവാ നീക്കോന്ന് പറഞ്ഞു. രജിസ്റ്റർ കല്യാണം കഴിഞ്ഞല്ലോ. എനിക്ക് വ്യക്തമായില്ല ഹാരിസ് ഭായി പറഞ്ഞത്. ഇവർ ഒളിച്ചോടി പോയതിന് ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇവര് ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ കഴിഞ്ഞു. രജിസ്റ്റർ ചെയ്തിരുന്നു ഇവര്. ഓക്കെ. രജിസ്റ്റർ ഹാജരാകുന്നത് പോലീസ് സ്റ്റേഷനിൽ അന്ന് കാണാതെ ഒളിച്ചോടിയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. നടന്ന് അവള് നമ്മൾ സംസാരിച്ചിന്. ഓളെ ഉമ്മയും ഉപ്പയോ ഒരു ചെറിയ അഞ്ചെത്തി ഉണ്ടായിരുന്നു. അവളെ പോയി സംസാരിച്ചില്ല. അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, അന്ന് വന്നിട്ടില്ല. അപ്പൊ അവർ തന്നെ പോയി വന്ന് പറഞ്ഞ പോലെ ബാംഗ്ലൂരേക്ക് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി. ഇപ്പൊ അടുത്ത് അവർ തിരിച്ചു വന്നു, ഇപ്പം കൂടി തിരിച്ചു വന്നു. അത് എന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ തിരിച്ചു വന്നു. അങ്ങനെ അതിന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല, അതിന്റെ റീസൺ എന്താണെന്ന് അറിയില്ല. അവർ തിരിച്ചു വന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവർ സ്വീകരിച്ചു. ആയിട്ടുള്ള ഡൈവോഴ്സ് കേസ് കാര്യങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നു, ആയിട്ടുണ്ടാവും വിചാരിക്കണം. അതെയോ? ഈ തിരിച്ചു വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്ന തന്നെയാണ്. നമ്മളൊരു അറിയുന്ന ചങ്ങായിന്റെ മകൾ തന്നെയാണ്. അവർ തിരിച്ചു വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് അവർ കിട്ടിയിട്ടില്ല. അത് ശരി. അപ്പൊ ഇത് ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങൾ എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ, ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിൽ അകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ പറഞ്ഞത്.
മതത്തിലേക്ക് വരുത്തും വേണ്ട. കാരണം മതത്തെക്കുറിച്ച് കുറച്ചെങ്കിലും ബോധമുള്ളവര് ഇങ്ങനെയുള്ള പണി ചെയ്യൂല. മതപഠനം നടത്തിയവരോ അല്ലെങ്കിൽ ആവശ്യത്തിന് മതവിദ്യാഭ്യാസം ഉള്ളവരോ ഇങ്ങനെയുള്ള ആളുകളെ പ്രണയിക്കാൻ പോവുകയോ അവരുമായി കൂട്ടുകൂടുകയോ അവരുമായി സല്ലപിക്കുകയോ അതിനുശേഷം എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒളിച്ചോട്ടം നടത്തുകയോ ചെയ്യില്ല. അപ്പം മതത്തിനതിക്ക് വലിച്ചയക്കേണ്ട ഒരു ആവശ്യം ശരിക്കില്ല. അതൊരു മുസ്ലിം നാമധാരി പോയി എന്ന് വിചാരിച്ചാൽ മതി. പക്ഷെ എന്തറിയോ, പോകുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, തീരുമാനം എടുത്തിട്ട് പോവുക. അത് മണ്ണിക്കണ് വെക്കോളം ഒരുമിച്ച് പോകണമെന്ന് തീരുമാനിക്കണം. എന്നിട്ട് നിന്നാ പോരെ. എന്തിനാ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കണേ? എന്തിനാണ് സ്വയം മാനക്കേട് ഉണ്ടാക്കുന്നത്? പെൺകുട്ടികൾ ചിന്തിക്കുക, നിങ്ങളാണ് ഇതിനൊക്കെ വഴിയാധാരാവുക. ആൺകുട്ടികൾ പിന്നെയും അടുത്ത ആളെ പ്രേമിക്കും, അല്ലെങ്കിൽ വേറെ ആളെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് ഇതൊക്കെ തരണം ചെയ്യാനും മറികടക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തെയാണ് നല്ലൊരു ശതമാനം ഇത് ബാധിക്കുക എന്നുള്ളത് ചിന്തിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ച് ആളെ മനസ്സിലാക്കിയിട്ട് പോവുക. അല്ലാതെ എന്തെങ്കിലും എവിടെങ്കിലും കണ്ട് എന്തെങ്കിലും ഒരു വാക്കാലോ ചോറുന്നോ അല്ലെങ്കിൽ ചായ കുടിച്ചോ അല്ലെങ്കിൽ കഞ്ഞി കുടിച്ചോ എന്നൊരു മെസ്സേജ് അയക്കുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് ആ സ്നേഹം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പോവാൻ നിന്നാല് ഓൻ ചോറ് കഴിച്ചോന്നേ ചോദിക്കുള്ളൂ, ചോറ് കൊടുന്നേരലുണ്ടാവില്ല. മനസ്സിലായോ? ചോറ് കഴിച്ചോന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അത് ചോദിക്കണ ഓൻ കൊടുന്നിട്ടല്ല, തന്ത കൊണ്ടുവന്ന ചോറ് നിങ്ങൾ തിന്നോന്നാ ചോദിക്കണത്. അത് മനസ്സിലാക്കുക. തന്ത കൊണ്ടുവന്ന ചോറ്, അരികൊണ്ട് ചോറുണ്ടാക്കിയത് തിന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവൻ്റെ ഒപ്പം പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ആ ചോറ് എവിടുന്ന് തിന്നു? തന്ത നല്ലോണം നയിച്ചിട്ട് കൊടുക്കുന്നതാണ് ചിന്തിക്കുക. ആ ഒരു ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണം. മനസ്സിലായോ? ഉറങ്ങിയോ കിടന്നോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടല്ലോ. ഉറങ്ങിയോ എന്ന് ചോദിക്കണമെങ്കിൽ ഉറങ്ങിയോ എന്ന് ചോദിച്ചാൽ മതി. ഉറങ്ങാനുള്ള സംവിധാനം ഉണ്ടാക്കി തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ചോദിക്കുന്നവന് ഉറങ്ങാനുള്ള സംവിധാനം, തിന്നാനുള്ള സംവിധാനം ഉണ്ടാക്കാനുള്ള കഴിവും കപ്പാസിറ്റിയും ക്വാളിറ്റിയും ഉണ്ടോയെന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാതെ ഓനൊന്ന് പഞ്ചാര മുത്തേ ചക്കരയെന്ന് വിളിച്ചാൽ ഈ മുത്ത് ഇത്ര വലുതായത് എന്തുകൊണ്ടാന്ന് ചിന്തിക്കുന്നവനേ ഉള്ളൂ. ഓൻ്റെ കൂടെ പോയിട്ടേ കാര്യമുള്ളൂ. അവൻ വിളിക്കുന്ന മുത്തേ ചക്കര എന്നുള്ളത് അവന്റെ മുരിക്കും വരുന്നാനുള്ള അസുഖം കൊണ്ട് വിളിക്കുന്നതാണ് മനസ്സിലാക്കാനുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ മിസ്റ്റേക്ക് വരില്ല. ഒരാൾ മുത്തേ ചക്കര ഉറങ്ങിയോ ചോറുന്നോന്ന് ചോദിക്കണാണ് പെൺകുട്ടിയൊക്കെ ഏറ്റവും വലുത്. അത് ഇനി കല്യാണം കഴിച്ചോലായാലും ശരി കല്യാണം കഴിക്കാത്തവരായാലും ശരി, 10 മക്കളുണ്ടെങ്കിലും ഇവർക്ക് ആരെങ്കിലും ഒരാൾ മുത്തേ ചക്കര പൊന്നെ ഐ ലവ് യു എന്നൊരു മെസ്സേജ് വാട്സപ്പിൽ വെറുതെ ഒന്ന് അയച്ചിട്ട് ഉണ്ടാ കുടിച്ചു ചോദിച്ചാൽ പിന്നെ സ്നേഹം തന്നെ. കെട്ടിയ മാപ്പിള 24 മണിക്കൂർ നയിച്ചിട്ട് അണ്ണാക്കിക്ക് തിരികെ കൊടുക്കണം എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാവില്ല. ഈ തിരികണീൻ്റെ അടിയിൽ അവിടെ ചോദിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. സ്വന്തം മാതാപിതാക്കളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്കുണ്ട് 2 കുട്ടികൾ. ഇവരെ പോറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ നട്ടോട്ട് ഓടുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പോണോ പോണ്ടേ നിങ്ങൾ ആലോചിച്ചോളി, കുഴപ്പമില്ല, തീരുമാനിച്ചോളി, കുഴപ്പമില്ല. പക്ഷെ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അബദ്ധം പറ്റാതെ ചെയ്യുന്നതായിരിക്കും സേഫ്റ്റി. എവിടെയെങ്കിലും കൊണ്ടുപോയി നിങ്ങളെ കാഴ്ച വെക്കുന്നവരുടെ കൂടെയോ നിങ്ങളെ മറ്റുള്ളവർക്ക് വിഹിതം വെച്ചു കൊടുക്കുന്നവരുടെ കൂടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ടെൻഷൻ നിങ്ങൾക്ക് തരുന്ന, ജീവിതം വഴിമുട്ടിക്കുന്ന, മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ആളുകളുടെ കൂടെയോ നിങ്ങൾ പോയിട്ട് കാര്യമില്ല. ജീവിതം അത് ജീവിച്ച് തീർക്കാനുള്ളതാ. അത് എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് തുടങ്ങുമ്പോൾ നല്ല സുഖമായിരിക്കും. ജീവിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ നെഗറ്റീവുകൾ മാത്രമേ കാണുള്ളൂ. ജീവിക്കുന്നതിന് മുമ്പ് അഥവാ പ്രണയിക്കുന്ന സമയത്ത് പോസിറ്റീവ് മാത്രമേ കാണിച്ചു തരുള്ളൂ. നെഗറ്റീവ് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരില്ല. അപ്പൊ നെഗറ്റീവുകൾ ഉണ്ടോ എന്ന് ചുയിഞ്ഞ് അന്വേഷിക്കേണ്ടത് സ്വയം തീരുമാനമെടുക്കുന്ന നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങൾ സ്വയം തീരുമാനിച്ചല്ലോ പോകണമെന്നുള്ളത്. ഒരുമിച്ച് ജീവിക്കണം നിങ്ങൾ സ്വയം തീരുമാനിക്കുമ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആ ഒരു വ്യക്തി എങ്ങനെയുള്ള ആളാണ് എന്നുള്ളത് നിങ്ങൾ ചുയിഞ്ഞ് അന്വേഷിക്കുക. കാരണം വീട്ടുകാർ തീരുമാനിച്ചു തരണമല്ലോ. ഇവിടെ നിങ്ങൾക്ക് അവസരമുണ്ട്. എങ്ങനെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അന്വേഷിക്കാം. മനസ്സിലായ? നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കിയിട്ട് അന്വേഷിക്കാനുള്ള അവസരമുണ്ട്, ചിന്തിക്കാനുള്ള അവസരമുണ്ട്, നിങ്ങൾക്കത് അന്വേഷിക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ യാത്ര പോകുന്നുണ്ടാവും, കണ്ട് ഇരിക്കുന്നുണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പം ആ കൂട്ടത്തിൽ നിങ്ങളെ സേഫ്റ്റിയും കൂടി നോക്കുക. മറ്റുള്ളവർക്ക് എറിഞ്ഞു കൊടുക്കാൻ ഒരു പട്ടി ഷോ കാട്ടിയിട്ട് പോകാനാണെങ്കിൽ എന്തിനാ വെറുതെ? ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യന് വേണ്ട സമാധാനമാണ്. ആ സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ സമാധാനം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ളവരൊപ്പം പോണത്. വീട്ടിൽ ഒരു ഉമ്മിപ്പി ഉണ്ടാവും, അവർ നല്ലോണം അധ്വാനിച്ച് തിന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുമ്പോൾ നല്ലൊരു ഉറച്ച തീരുമാനം എടുത്തിട്ടാണ്, അത് പോസിറ്റീവായിട്ടുള്ള തീരുമാനമായിട്ടാണ്, എല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടാണ് നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ഓക്കെ. അപ്പോൾ തൽക്കാലത്തേക്ക് നിങ്ങൾ അവരെ അവഗണിച്ചാലും അതൊരു പക്ഷേ തിരിഞ്ഞു വന്നേക്കാം. ഇതല്ല, ഇത് ഒന്നും അന്വേഷിക്കാതെ നിങ്ങൾ അസുഖത്തിന്റെ പേരിൽ എടുക്കുന്ന തീരുമാനം ജീവിതം തുടങ്ങുന്ന അന്നത്തെ ആ ഒരു ദിവസം തന്നെ എന്തൊരവസ്ഥയായിരിക്കും. ഒരു സമാധാനം ഉണ്ടാവില്ല. അവൻ തന്നെ പറയണ്ടേ സമാധാനം ഇല്ല, ഞങ്ങളിങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് അറിയില്ലേ. ആ ഒരു അവസ്ഥയിൽ ജീവിതം തുടങ്ങുമ്പോൾ പിന്നെ ടെൻഷനാണ്. ടെൻഷൻ തന്നെ, വേറൊന്നുമില്ല.
ചുറ്റുപാടും ടെൻഷൻ. ആ ടെൻഷൻ ഉണ്ടാകുമ്പോൾ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കും. അതിനൊക്കെ മറികടക്കാനും തരണം ചെയ്യാനും കഴിയുന്നവർ എടുത്ത് ചാടിയാൽ മതി. ഇല്ലെങ്കിൽ ഉള്ള വീട്ടിൽ തന്നെ കുത്തരുന്നോളി, കുഴപ്പമില്ലല്ലോ. ആരെങ്കിലൊക്കെ കിട്ടുമ്പോഴേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴേക്ക് അത് വലിയ സംഭവമായിട്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ പോറ്റാൻ വേണ്ടിയിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ പോയ ഭർത്താക്കന്മാർ ഉണ്ടാവുമ്പോൾ അവർക്ക് ഈ സമയത്തിനിടയിൽ ജോലി തിരക്കിനിടയിൽ ചിലപ്പോൾ കഴിച്ചോ എന്ന് ചോദിക്കാൻ സമയം ഉണ്ടാവില്ല, തിന്നോ എന്ന് ചോദിക്കാൻ സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, തിന്നണമെങ്കിൽ മൂപ്പർ അവിടെ വിയർപ്പൊഴുക്കിയിട്ടാണ് തിന്നുന്നത്. അത് ഏതെങ്കിലും ഡാഷിന്റെ മക്കൾ തിന്നോ എന്ന് ചോദിക്കുമ്പോൾ 3 അക്ഷരത്തുമ്മ ഒതുക്കരുത് നിങ്ങളെ ജീവിതം. മനസ്സിലായോ? ഏതെങ്കിലും ഡാഷിന്റെ മക്കള് ഐ ലവ് യു എന്ന് വാട്സപ്പിൽ എഴുതിയൊരു മെസ്സേജ്, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്ത് അടിയറ വെക്കാൻ പോകരുത്. അത്രേ പറയാനുള്ളൂ. എന്തായാലും ചിന്തിക്കുക, അത് കാണുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ജീവിതം നശിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ആളെ നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ. ഒന്നും പറയാനില്ല. അത് മതത്തിലുള്ളവരാണെങ്കിലും അല്ലെങ്കിലും. കാരണം മതത്തെക്കുറിച്ച് പഠിക്കാത്തവർക്ക് മതത്തിന്റെ നിയമങ്ങളൊന്നും വിഷയമല്ല. ഒരു മുസ്ലിം ആണെങ്കിൽ ഖുറാനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങളുണ്ട്, അവര് അത് മദ്രസയിൽ പഠിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് ബോധമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് മുസ്ലിം എന്നുള്ള പേരേ ഉള്ളൂ. അവരിനി എന്ത് കാട്ടിയിലെന്ത്, അവരുടെ ജീവിതത്തിൽ ഇസ്ലാമുമായിട്ട് ബന്ധമില്ലെങ്കിൽ അവർ എന്തോ കാണിച്ചോട്ടെ. പക്ഷെ ഞാൻ പറയുന്നത് സമകാലിക വിഷയങ്ങൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ജീവിതം തുലക്കാതിരിക്കുക, ജീവിച്ചു തീർക്കണമല്ലോ. അതുകൊണ്ട് ജീവിതം തുലക്കാൻ വേണ്ടി നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും പറയിപ്പിച്ച് വീട്ടുകാരെ വഷളാക്കി പോലീസ് സ്റ്റേഷനിൽ വഷളാക്കി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ തിരിച്ചു പോരാനാണെങ്കിൽ ഇങ്ങനെ തീരുമാനം എടുക്കാതിരിക്കുക.